ഹലോ എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിലെ ഏറ്റവും ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അൺബോക്സിങ്ങിന് വേണ്ടി നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ളത് ഏത് സെറ്റാന്ന് നോക്കാം. യെസ്, വൺ പീസിൻ്റെ ചൈന സെക്കൻഡ് ആനിവേഴ്സറി സെറ്റാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ മാങ്ക അൺബോക്സിംഗ് ആണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് പെർട്ടിക്കുലർലി ചൂസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ പ്രൊഡക്റ്റ് ഭയങ്കര റെയറായിട്ടേ കിട്ടാറുള്ളൂ. കാരണം ഇത് കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയതാണ്, പിന്നെ ഓൾറെഡി സോൾഡ് ഔട്ടാണ് എല്ലായിടത്തും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ MRP പ്രൈസിനാണ് ഇത് സെല് ചെയ്യുന്നത്, ഒഫീഷ്യൽ സ്റ്റോർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈനിലെ പ്രൈസ് നോക്കിയാൽ ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം മോർ ദാൻ 200 ആണ്. സോൾഡ് ആയതൊക്കെ മോർ ദാൻ 200-നാണ്. റീസെൻ്റ്ലി ഉള്ള eBay ഒക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ പകുതി വിലക്കാണ്, MRP പ്രൈസിനാണ് നമ്മളിത് ഇവിടെ ഫിലിപ്പീൻസിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ബേസിക്കലി ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇത്രയും പൈസക്ക് ഞാൻ വാങ്ങിയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ ബോവ ഹാൻകോക്കിൻ്റെ ബേസ് കാർഡ് ലാസ്റ്റ് eBayയിലൊക്കെ സോൾഡ് ചെയ്തത് ഏകദേശം $180-നാണ്. അതായത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും കിട്ടുന്ന ഉറപ്പുള്ള കാർഡിൻ്റെ വാല്യൂ ഏകദേശം ഈ ബോക്സിൻ്റെ MRP പ്രൈസിനെക്കാട്ടിലും ഒരുപാട് മേലെയാണ്. ഇതിൽ 2 കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നോർമലി എല്ലാവർക്കും 95% എല്ലാവർക്കും ബേസ് കാർഡാണ് കിട്ടുക. അപ്പോൾ അത് കിട്ടിയാൽ, അതായത് ഉറപ്പാണ് അത് ഇതിൽ കിട്ടുമെന്ന്. നമുക്ക് റെയർ ആയിട്ടുള്ളൊരു കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് കിട്ടിയാൽ അടിപൊളിയാവും. നമ്മളെ ചാനലിൽ നമ്മളെ ഫസ്റ്റ് അൺബോക്സിങ്ങിലെ ഫസ്റ്റ് പുള്ളാവും അത്. അപ്പം അത് വളരെ ചാൻസ് ഭയങ്കര കുറവാണ്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി വാല്യുബിൾ കാർഡ്. അപ്പോൾ അത് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ആ കാർഡാണ് ഈ സെറ്റിലെ ചേസ് കാർഡ്. എല്ലാവരും ഈ സെറ്റ് വാങ്ങുന്നത് ആ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അധികം കഥകൾ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ഈ ഷോപ്പിൽ നിന്ന് ഈ സെറ്റ് വാങ്ങുമ്പോൾ 2 സെറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെടുക്കണമെന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള സെയിൽസ് ഗേളാണ് നമുക്ക് ഇതെടുത്ത് തന്നത്. കാരണം മേലെ ഉണ്ടായിരുന്ന സെറ്റിൽ കുറച്ച് ചളിയും പൊടിയും പിന്നെ അതുപോലെ ഒരു ഡെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ റെയർ കാർഡ് നമ്മൾ പുള്ള് ചെയ്യുകയാണെങ്കിൽ ബിഗ് താങ്ക്സ് ടു ദാറ്റ് സെയിൽസ് ഗേൾ. ഇത് ജാപ്പനീസ് വെർഷനാണ്. നമ്മുടെ ഇംഗ്ലീഷ് വെർഷനെക്കാട്ടിലും ഒരു ഡിഫറെൻറ്റ് പാക്കേജിങ് ആണ് നമുക്ക് ജാപ്പനീസ് വെർഷനിൽ വരിക. അതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്കൊരു പ്ലേ മാറ്റ് ഉണ്ട്. ബോവ ഹാൻകോക്കിൻ്റെ ഒരു പ്ലേ മാറ്റ് വരുന്നുണ്ട് ഇതിൽ. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ സെറ്റിൽ വരുന്ന ഒരു പ്ലേ മാറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനും അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ eBayയിൽ ഇതിൻ്റെ ഏകദേശം റേറ്റ് വരുന്നത് ഏകദേശം $25 ആണ്. ഈ eBayയിലെ പ്രൈസ് എന്ന് പറയുന്നത് ലാസ്റ്റ് സോൾഡ് പ്രൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി എന്തൊക്കെയാണ് ഈ ബോക്സിലുള്ളത് നോക്കാം. നമ്മളെ ഫസ്റ്റ് അൺബോക്സിങ്ങിൽ തന്നെ നമ്മൾ ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. സോ ഹാപ്പി ഗൈസ്. ഇതിനകത്ത് നമുക്ക് ഇനിയും കാർഡ്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ബോക്സിൽ വേറെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. പിന്നെ ഞാനിതിൽ കൊടുത്ത എല്ലാ പ്രൈസും ലിസ്റ്റഡ് പ്രൈസ് അല്ല കേട്ടോ. eBayയിൽ ലാസ്റ്റ് സോൾഡ് ആയിട്ടുള്ള പ്രൈസാണ്. ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് നമുക്ക് എത്ര പൈസക്ക് വേണമെങ്കിലും ലിസ്റ്റ് ചെയ്യാമല്ലോ. ഇതിലെ എല്ലാ പ്രൊഡക്ട്സിൻ്റെ വാല്യൂ എടുത്തത് നമ്മൾ eBayയിൽ നിന്നാണ്. eBayയിലെ ലാസ്റ്റ് സോൾഡ് നിന്നാണ് നമ്മൾ ഇതെടുത്തത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ലീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബൈൻഡർ ഉണ്ട് കാർഡ്സൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിൽ വരുന്ന ഡോൺ കാർഡ്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ ഡോൺ കാർഡ്സ് 10 വരുന്നുണ്ട് ഒരു സെറ്റിൽ തന്നെ. പക്ഷേ ഇതിൽ വരുന്ന ഡോൺ കാർഡ്സ് എല്ലാം സെയിം ആണ്. പിന്നെ ഡോൺ കാർഡ്സിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ കാണാം വൈറ്റ് കളറാണ് വരിക. പിന്നെ ഇതൊരു ലിമിറ്റഡ് എഡിഷൻ സെറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡോൺ കാർഡ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിന് ഇത്ര വില വരുന്നത്. അപ്പോൾ നമുക്കിത് സേഫായിട്ട് സ്ലീവ് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് അൺബോക്സിങ്ങിൽ തന്നെ നമ്മുടെ ചേസ് കാർഡ് പുള്ള് ചെയ്തിട്ടുണ്ട്. സോ ഭയങ്കര ഹാപ്പി ആൻഡ് ഭയങ്കര എക്സൈറ്റിംഗ്. സോ ഇതിൻ്റെ ആർട്ട് വർക്ക് ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ കാർഡിൽ വരുന്നത് ഒരു അടിപൊളി ഗോൾഡൻ ഷൈനിങ് ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ്. ഈ സെറ്റിൽ വരുന്ന എല്ലാ കാർഡിലും ഈ ആർട്ട് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ സെറ്റിൽ ഏതൊക്കെ കാർഡും കൂടി ഉണ്ടെന്ന് നോക്കാം. ആൻഡ് നമുക്ക് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാർഡ് പ്രോപ്പറായിട്ട് സേഫായിട്ട് സ്ലീവ് ചെയ്ത് വെച്ചിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമുക്കിനി ഈ സെറ്റിൽ വേറെ ഏതൊക്കെ കാർഡ്സാണുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വൈറ്റ് ബിയർഡിൻ്റെ സണ്ണാന്ന് ക്ലെയിം ചെയ്യുന്ന വീവിലിൻ്റെ കാർഡ് ഉണ്ട്. പിന്നെ നമുക്ക് ബോണിയുടെ ഡാഡി കൂബ,
നമ്മുടെ ത്രില്ലർ പാർക്കിലെ വില്ലൻ ഗെക്കോ മോറിയ, പിന്നെ അലബാസ്റ്റയിലെ വില്ലൻ ക്രോക്കഡൈൽ, നമ്മുടെ ബെസ്റ്റ് സ്പോർട്സ്മാൻ ഇൻ ദ വേൾഡ് ഡ്രാക്കുള മിഹാക്ക്, ജിംബയുടെ ഒരു അടിപൊളി കാർഡുണ്ട്. പിന്നെ നമ്മുടെ ട്രഫാൽഗർ ഡി ലോഡ് ഒരു അടിപൊളി കാർഡുണ്ട്. പിന്നെ നമുക്ക് ഡ്രസ് റോസയിലെ വില്ലൻ ഡോഫ്ലമിഗോയുടെ കാർഡുണ്ട്. പിന്നെ നമ്മുടെ ബഗ്ഗിയുടെ ഒരു കാർഡുണ്ട്. പിന്നെ സൈക്കോ ആയിട്ടുള്ള ടീച്ചിൻ്റെ വേറൊരു കാർഡുണ്ട്. അപ്പോൾ ഈ സെറ്റിൽ നമുക്ക് ഇത്രയും കാർഡ്സാണ് വരിക. അപ്പോൾ എല്ലാ കാർഡ്സും നമുക്ക് സേഫ് ആക്കി സ്ലീവ് ആക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബൈൻഡറിലേക്ക് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും ഞാൻ എന്തുകൊണ്ടാണ് ഈ സെറ്റ് കണ്ടപ്പോൾ തന്നെ ഒന്നും ആലോചിക്കാതെ വാങ്ങിയത് എന്നുള്ളത്. കാരണം ഇതിൽ എല്ലാ കാർഡ്സും നമുക്ക് ഏതാ കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ആകെ നമുക്ക് ഉറപ്പില്ലാത്ത ആ കാർഡ് എന്ന് പറയുന്നത് ഈ ബോ ഹാൻകോക്കിൻ്റെ നോർമൽ കാർഡ് കിട്ടുമോ അതോ കുറച്ചും കൂടി റെയറായിട്ടുള്ള പാരലൽ ആയിട്ടുള്ള കാർഡ് കിട്ടുമെന്നായിരുന്നു. അപ്പോൾ ഈവൻ നമുക്ക് ആ കാർഡ് കിട്ടിയില്ല, നമുക്ക് നോർമലായിട്ടുള്ള കാർഡാണ് കിട്ടാന്നുണ്ടെങ്കിലും നമുക്ക് ഈ സെറ്റിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ഈ MRP പ്രൈസിന്, അതായത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ MRP പ്രൈസിനെക്കാട്ടിൽ ഒരുപാട് മേലെയാണ്. അതുകൊണ്ടാണ് ഒന്നും ആലോചിക്കാതെ ഞാനിത് വാങ്ങാനുള്ള റീസൺ. അതുകൊണ്ട് തന്നെ എൻ്റെ വൺ പീസ് കളക്ഷൻ ജേർണിയിൽ ഈ സെറ്റാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നിയോണ്ടാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ബാൻഡയുടെ വൺ പീസ് പ്രൊഡക്ട്സൊക്കെ നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഫിലിപ്പീൻസ് ട്രിപ്പിൻ്റെ ഇടയിൽ പോയിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പം ആ വീഡിയോ നമ്മൾ ഫിലിപ്പീൻസിൽ വൺ പീസ് പ്രൊഡക്ട്സ് ഹണ്ട് ചെയ്ത് വാങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി ചെക്കൗട്ട് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ടൈറ്റിൽ കാർഡായിട്ട് വീഡിയോയിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മുടെ ഫുൾ നമ്മുടെ ചേസ് കാർഡ് വൺ പീസ്, അതുപോലെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷനിലേക്ക് നമ്മുടെ ബുക്കിലേക്ക് കയറിയ വാർലോഡ്സ് ഓഫ് ദ സീ, പിന്നെ നമുക്കിവിടെ അതുപോലെ 10 ഡോൺ കാർഡ്സ്. സോ യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാങ്ക അൺബോക്സിങ് വീഡിയോ. അടിപൊളിയായിട്ട് പോയി എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി നിങ്ങൾക്ക് അടുത്തത് നമ്മുടെ PRB01ൻ്റെ പാക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാനുണ്ട്. അത് ഓപ്പൺ ചെയ്യണോ സീൽ ചെയ്യണോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യാം. ഇറ്റ് ഈസ് മാർവിൻ സൈനിങ് ഓഫ്.